സൂര്യനാഥം പറയുന്നത് ദശവായുക്കൾ, ദശനാഡികൾ, പ്രവർത്തന ശരീരം, 96 തത്വപ്രവർത്തനം പറയുന്നത്. ഏത് മതവിശ്വാസിയും ആവുക, 96 തത്വ ശരീരം നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. തമിഴിലിരുന്ന് എടുത്ത് മലയാളിയായി പറയുന്നത്. ദശവായുക്കൾ പറഞ്ഞു. ദശനാഡി തുടിപ്പുകൾ, നമ്മുടെ ശരീരത്തിൽ നാം അറിയാത്ത തുടിപ്പുകൾ. ഇടക്കല, പിൻകല, ചുഴിമുന, ചിങ്കുവ, പുരിടൻ, കാന്താരി, അത്തി, ഗുരു, അലമ്പുടൈ, ചങ്കിലി പ്രവർത്തനം. ഇവ ദശനാഡികൾ തുടിപ്പ്. അതിൽ ഇടക്കല എന്ന് പറയുന്നത് തമിഴിൽ ഇടക്കലൈ. കലൈ എന്നാൽ പുതുമ. ഇടക്കല. ഒരു ശ്വാസം നാം വലിക്കുന്നത് അത് മൂക്കുകൊണ്ട്, അത് നെറ്റിയിൽ കയറി ചങ്കു, നെഞ്ച്, ജലക്കുടൽ, മലക്കുടൽ, മലദ്വാരം വഴി കാൽപാദം ചെല്ലുന്നതിൽ അവിടെ ഇരുന്ന് അത് കയറി വരുമ്പോൾ ഇടത് കല ചെയ്യുമ്പോൾ അത് വലത് കാലിൽ കൂടി കയറുന്നത്. ഇവയിൽ കൂടി കയറി വരുന്നത് ശരീര അവയവയ നാറ്റങ്ങളെ വലിച്ച് കൊണ്ട് നാശി വരെ എത്തി അവിടെ ഇരുന്ന് ചുറ്റിപ്പറ്റി അത് മൂക്കുവഴി പുറത്ത് കളയും. അതിന് യുഹം എന്നാ പറയുന്നത്. അക്ഷരമാർഗത്തിൽ യുഹം. ശരീരത്തിൽ ഓരോരോ ശ്വാസത്തിനെ കയറ്റി ഇറക്കി വലിക്കുന്നത്. വലക്കല, അതിന് പിൻകല എന്നും പറയുന്നത്. അടുത്ത ശ്വാസം വലിക്കുന്നത്. അതും ഇതുപോലെ തന്നെ ചെന്ന് സകല നാറ്റത്തിനെയും എല്ലാ അവയവങ്ങളിലും ചെന്ന് അതിന് ആ ശ്വാസം, രണ്ടാം ശ്വാസം വലക്കല എന്ന് പറയുന്നത് അതേ അവയവങ്ങളിലെത്തി വീണ്ടും പുറത്ത് കളയുന്നത്. അത് വലക്കല. ചുഴിമുന, മലദ്വാരത്തിൽ മലം പോകുന്നതിൽ കൂർപ്പ് തുടക്കം, നട്ടെല്ല് അടിഭാഗം, അതിൽ കൂടി ശ്വാസം വലിക്കുന്നതിൽ ഉള്ളിൽ കൂടി മുകളിൽ കയറുന്ന ശ്വാസം പിൻകഴുത്ത് ശിരസിൽ വരെ എത്തി പ്രവർത്തിക്കും. ശിങ്കുവ, ഉൾനാക്കിലിരുന്ന് ഉണ്ടാവുന്ന കുമിൾ, കടൽ പത പോലെ ഉള്ളത്. ഉപ്പുരസം, അത് 6 രുചിയായി കഴിക്കുന്ന ജല അംശ ശരീര അവയവങ്ങളെ തഴുകി വരുന്ന ആ ഈർപ്പം ഓരോരോ അവയവങ്ങളിൻ്റെ കുമിൾ ഉള്ളിൽ വലിക്കുന്നത്, നാവിൽ തുപ്പുന്നതിൽ കുമിൾ പോലെ ഉണ്ടാകുന്നത്. പുരുടൻ 5. വലത് കണ്ണിൻ്റെ കറുത്ത മണിയിനെ ചലിപ്പിക്കുന്ന ശക്തി. ഗാന്ധാരി, ഇടത് കണ്ണിൻ്റെ കറുത്ത മണിയിനെ ചലിപ്പിക്കൽ. അത്തി, വലത് കാതിലിരുന്ന് സ്വരശബ്ദങ്ങളെ കേൾക്കുന്നതിനെ പുറത്ത് ചെയ്യിപ്പിക്കുന്ന ആ വർത്തമാനം കേൾക്കുന്നത്, പറയുന്നത്, അതിനെ പ്രതികരിക്കുന്നത്. ഗുരു, ഇടത് കാതിലിരുന്ന് ശബ്ദങ്ങളെ കേൾക്കുന്നതിനെ പുറത്ത് വലിക്കുന്നത്, വിടുന്നത്, കൂർപ്പിച്ച് കേൾക്കുന്നത്, മനസ്സിന് പ്രവർത്തനം. അലമ്പുട, കണ്ടത്തിലിരുന്ന്, അതായത് ചങ്ക്, അതിലിരുന്ന് നാസിയിൽ കിനിയുന്ന ജലത്തിനെ ഇറക്കുവാൻ ഉപായം ചെയ്യും. ചങ്കിലി, ശിരസിൽ
മൂള അറിവിന് തുടക്കം. അതിന് തുടക്കം മലം പോകുന്ന മലദ്വാരത്തിൽ കൈവച്ച് നോക്കൂ. നിങ്ങളുടെ അതിൽ കിനിവ് എപ്പോഴും ഉണ്ടാവും. അത് ഉള്ളിൽ വലിക്കുകയില്ല, പുറത്ത് കളയാതെ ഈർപ്പമായി ഉള്ളത് കൊണ്ട് ഓരോരോ ശരീരത്തിലും ഉണ്ടാവുന്ന സുഖം ദുഃഖം എല്ലാത്തിനെയും ആനന്ദിക്കാതെ തടുത്തു നിർത്തുന്നത്. അത് നട്ടെല്ലിൽ ഉള്ളിൽ കൂടി നടക്കുന്നത്. അപ്പോൾ ഇവയും നമുക്ക് വേണ്ടി പറയുന്നതല്ല. നിങ്ങൾ ഏത് ഗ്രന്ഥങ്ങൾ പഠിക്കുന്നോ ആ ഗ്രന്ഥങ്ങളിൽ ഇതിൻ്റെ പേരുകൾ വരുന്നുണ്ട്.